എങ്ങനെയുണ്ട് സ്ഥലം? എന്തിനാണ് നിങ്ങൾ എന്നെ പിടിച്ച് ഇവിടെ കൊണ്ടുവന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായില്ല സാറേ. മനസ്സിലായിട്ടാണോ അതോ മനസ്സിലായിട്ട് ഞങ്ങളെ ഒട്ടം കളിപ്പിക്കാനാണ്? എയർപോർട്ടിൽ നിന്ന് നോക്കി ഇവിടം വരുന്നത് ഞങ്ങൾ ചോദിക്കാതിരുന്നത് നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടാന്ന് വിചാരിച്ചിട്ടാണ്. ഇനി ഞങ്ങളെ ബുദ്ധിമുട്ടിച്ച് അടങ്ങുന്നുണ്ടെങ്കിൽ അങ്ങനെ ആവട്ടെ അല്ലേ? അയ്യോ സാറേ, ഞാൻ അങ്ങനൊന്നും വിചാരിച്ച് ചോദിച്ചതല്ല. സത്യമായിട്ടും എന്തിനാണ് എന്നെ പിടിച്ചതെന്ന് മനസ്സിലാവാത്തോണ്ടാണ്. ഡാ, നീ ദുബായിൽ നിന്ന് ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ എയർപോർട്ടിൽ നിന്ന് തന്നെ നിന്നെ പൊക്കണമെങ്കിൽ എന്തെങ്കിലും കാര്യമില്ലാതിരിക്കൂടാ. തൽക്കാലം നീ ഇത്രയും അറിഞ്ഞാൽ മതി. അത് തന്നെയാണ് സാറേ എനിക്ക് മനസ്സിലാകാത്തത്. എന്നെ പിടിക്കേണ്ട ഒരു കാര്യമല്ല നിങ്ങൾക്ക്. നിങ്ങൾക്കിനി ആള് മാറിയതായിരിക്കോ? കഴിഞ്ഞൊരാഴ്ച നിനക്ക് ദുബായിൽ നല്ല ജോലി തിരക്കായിരുന്നു അല്ലേ? ആണ് സാറേ, വീട്ടിൽ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കുറച്ച് നാളായി ഓവർ ടൈം ജോലി ചെയ്യാറുണ്ട്. ഇന്നലെ ഒരു പോളാ കണ്ണടച്ചിട്ടില്ല. അല്ല, സാറിന് ഇതെങ്ങനെ മനസ്സിലായി? ജേഷേ, നിന്റെ ഈ കാര്യം മാത്രമല്ല, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാനൊരു കാര്യം ആദ്യം തന്നെ എന്നോട് പറയാം. നീ ഒരു കുറ്റം ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് നിനക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം. നീ ആ കാര്യങ്ങൾ നല്ല രീതിയിൽ പറഞ്ഞ് അവസാനിപ്പിച്ചാൽ നമുക്കതിൻ്റെ ആയിട്ടുള്ള രീതിയിൽ മറ്റു കാര്യങ്ങൾ അവസാനിപ്പിക്കാം. അതല്ലെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ നിനക്കുണ്ടാവും. സാരെന്തോ തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഈ ചോദിക്കുന്നത്. ഞാൻ അങ്ങനെ ഒരു ക്രിമിനലൊന്നും അല്ല സാറേ. സാർ വേണമെങ്കിൽ എൻ്റെ നാട്ടിലൊക്കെ അന്വേഷിച്ച് നോക്കിക്കോ. ഞാൻ പറഞ്ഞില്ലല്ലോ നീ ക്രിമിനലാണെന്ന്. നിനക്കൊരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? പറഞ്ഞോ? അല്ല സാർ, ഞാനെന്തോ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് പറഞ്ഞതാണ്. ഞാനെന്നാൽ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? കറക്റ്റായിട്ട് നീ ഉത്തരം പറയണം, അല്ലാതെ വെറുതെ ദുഡ്ഡ് കളിക്കാൻ നിൽക്കരുത്. ഇപ്പോഴാണെങ്കിൽ ഒരു പരിധി വരെ നിന്നെ നമുക്ക് സഹായിക്കാൻ പറ്റും. അതല്ലെങ്കിൽ പിന്നെ കാര്യങ്ങൾ കൈവിട്ടു പോകും. എൻ്റെ ജയേഷ്, അബദ്ധം പറ്റാത്ത മനുഷ്യരുണ്ടോ? സാർ ചോദിച്ചോ. ജയേഷേ, നീ നിൻ്റെ നാട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള കേസിൽ പെടുകയും അല്ലെങ്കിൽ കേസ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടോ? ഞങ്ങൾക്ക് കാര്യങ്ങൾ നന്നായിട്ടറിയാം, അതുകൊണ്ടാണ് ഈ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ സംഭവമൊന്നും നടന്നിട്ടില്ല സാറേ. ഡാ, നീ പേടിക്കണ്ട, ഞങ്ങൾ നിന്നെ മാക്സിമം സഹായിക്കാം. സാറ് ക്രൈംബ്രാഞ്ച് DSP ആണ്. സാറ് പറയുമ്പോൾ ഇരിക്കും ബാക്കി കാര്യങ്ങൾ. എൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് ചെയ്തു തരാമെന്നല്ല, ഞാൻ മാക്സിമം ചെയ്തു തരാം, മര്യാദയ്ക്കാണെങ്കിൽ. ഒരു ആക്സിഡൻറ്റ് കേസ് ഉണ്ടായിട്ടുണ്ട് സാറേ. ആണോ? ആക്സിഡൻറ്റ് കേസ് എന്ന് പറഞ്ഞാൽ നീ തെളിച്ചു പറ. ഒരു ദിവസം ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ബൈക്ക് എൻ്റെ ജീപ്പിൽ ഒന്ന് ഇടിച്ചു സാറേ. എന്നിട്ട് ബൈക്ക് ഓടിച്ചിരുന്ന ആൾ മരിച്ചു സാറേ. പുറകിലിരുന്ന ആൾക്ക് കാര്യമായി പരിക്കും പറ്റി. മിസ്റ്റേക്ക് ആരുടെ ഭാഗത്തായിരുന്നു? അതിപ്പോൾ ആരുടെ മിസ്റ്റേക്കാണെന്ന് ചോദിച്ചാൽ അവർ കുറച്ച് ഓവർ സ്പീഡായിരുന്നു സാറേ. ആഹാ, അപ്പൊ താൻ ഓൾറെഡി ഒരു കൊലപാതക കേസിലെ പ്രതിയാണ്. അയ്യോ സാറേ, വണ്ടി ഇടിച്ചാണ് അയാൾ മരിച്ചത്, അല്ലാതെ ഞാൻ കൊന്നതൊന്നും അല്ല. തൻ്റെ വണ്ടി തട്ടിയല്ലേ അയാൾ മരിച്ചത്. അപ്പൊ പിന്നെ ഒരു തരത്തിൽ അതൊരു കൊലപാതകം തന്നെയല്ലേ ജയേഷേ? ശരിയല്ലേ? എന്നിട്ട് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തില്ലേ? സാറേ, സംഭവം നടന്ന സമയത്ത് ഞാൻ ചെറുതായിട്ട് സ്മാൾ അടിച്ചിരുന്നതുകൊണ്ട് അന്ന് ഞാൻ വണ്ടി നിർത്താതെ പോയി സാറേ. പിന്നെ നീ ഇങ്ങനെ പെട്ടത്? അത് കഴിഞ്ഞ് ഒരു സംഭവം ഉണ്ടായി. കാലൊടിഞ്ഞ് ആസ്പത്രിയിൽ കിടന്ന എൻ്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി ഞാൻ ആസ്പത്രിയിൽ പോയിരുന്നു. തൽക്കാലം ഇവിടെ കിടന്ന് ചികിത്സിക്കാൻ മതിയടി. നിന്റെ ആളെ ചികിത്സിക്കാനേ എൻ്റെ കയ്യിൽ ഇനി കാശില്ല, മനസ്സിലായോ? ഞാൻ നിന്നെ മാത്രമേ കെട്ടിയിട്ടുള്ളൂ. നിന്റെ വീട്ടുകാരെ മുഴുവൻ ചെലവെടുക്കാനേ എന്നെ കൊണ്ട് പറ്റില്ല. ഇനി ഒന്ന് പോകണ്ട നമ്മളെ. നിന്റെ കാശില്ലെങ്കിലേ സോഷ്യൽ മീഡിയയിലേ ഒരു ചികിത്സാ സഹായം നിധി ലൈവ് ഇട്, ഇഷ്ടംപോലെ കാശ് കിട്ടും. ഇനി അതിനും പറ്റില്ലെങ്കിലേ അവനെ കൊണ്ട് വീട്ടിലിടേ, വണ്ടി എടുക്കടാ. അവിടെ വച്ച് മുൻപ് എൻ്റെ ഒപ്പം പഠിച്ചിരുന്ന ഒരു പെൺകുട്ടിയെ കണ്ടു. തനിക്കെന്നെ മനസ്സിലായോ? ജയേഷ് അല്ലേ? ഞാൻ വിചാരിച്ച് എന്നെ മനസ്സിലാവില്ലെന്ന്. താനെന്താ ഇവിടെ? എൻ്റെ അനിയൻ ഒരു ആക്സിഡൻറ്റ് പറ്റി ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുക. എന്താ ആക്സിഡൻറ്റാ? ബൈക്ക് ആക്സിഡൻ്റ് ആയിരുന്നു. അവനും അവൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ചേട്ടനും കൂടെ ബൈക്കിൽ വരുമ്പോൾ ഒരു ജീപ്പ് വന്ന് ഇടിച്ച. എവിടെ വെച്ച്? ആ ഉല്ലാസവളവില്ലേ, അവിടെ വെച്ചായിരുന്നു.
ബൈക്ക് ഓടിച്ചിരുന്ന ചേട്ടൻ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മരിച്ചു. ഇവൻ്റെ നട്ടിൽ നല്ല പരിക്കേറ്റിട്ടുണ്ട്. നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഏതെങ്കിലും വലിയ ഹോസ്പിറ്റലിൽ ചികിത്സിച്ചാലേ അവനിനി നടക്കാൻ കഴിയുള്ളൂ. അതാരാ ഒച്ച ഉണ്ടാക്കി പോയത്? അതെൻ്റെ ഹസ്ബൻഡാ. അനിയൻ്റെ ചികിത്സയ്ക്ക് ഇപ്പം തന്നെ നല്ലൊരു തുക ചിലവായി. ഇൻഷുറൻസ് കിട്ടാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് ഇനി ഒറ്റ പൈസ തരില്ല എന്നാണ് അയാൾ പറയുന്നത്. തൻ്റെ ഭർത്താവ് എന്ത് ചെയ്യുന്നു? നേരത്തെ കോൺട്രാക്ട് ബിസിനസ് ആയിരുന്നു. അത് പൊളിഞ്ഞപ്പോൾ ഇപ്പം റിയൽ എസ്റ്റേറ്റും വണ്ടി കച്ചവടം എന്ന് പറഞ്ഞ് നടപ്പുണ്ട്. എന്താ ഇപ്പോൾ ഇൻഷുറൻസ് കിട്ടാത്തത്? ഇടിച്ച വണ്ടി കിട്ടിയാൽ മാത്രമേ ഇൻഷുറൻസ് കിട്ടുള്ളൂ എന്നാണ് പോലീസ് പറഞ്ഞത്. അതിനി എവിടുന്ന് കിട്ടാനാ? രാത്രിയല്ലേ വണ്ടി ഇടിച്ചേ, ആരോട് കണ്ടിട്ടുമില്ല. താൻ വിഷമിക്കാതിരിക്കേ. എൻ്റെ പരിചയത്തിൽ ഒരു വക്കീലുണ്ട്. ഞാൻ ആളോട് ഒന്ന് സംസാരിച്ച് നോക്കട്ടെ, എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാവും. എന്തായാലും തൻ്റെ ഫോൺ നമ്പർ ഒന്ന് തന്നേക്ക്, ഞാൻ വിളിക്കാം. ആ ഉല്ലാസവലിൽ വച്ച് രാത്രി ആക്സിഡൻ്റ് ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അതെൻ്റെ ജീപ്പ് ഇടിച്ചുണ്ടായ ആക്സിഡൻ്റ് ആണെന്ന്. മനസാക്ഷി കുത്ത് കാരണം പിന്നെ മര്യാദക്കൊന്നും ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല. ഞാനൊരു വക്കീലിൽ പോയി കണ്ട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ മനഃപൂർവ്വമല്ലാത്ത നരകത്തേക്ക് കേസുണ്ടാകൂ, എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാകാതെ വക്കീൽ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. അത് കാരണം അവളെ കണ്ട് കാര്യങ്ങൾ തുറന്നു പറയാൻ ഞാൻ പിന്നെയും ആസ്പത്രിയിൽ പോയി. സത്യമായിട്ടും അത് എൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നില്ല. അവർ റോങ് സൈഡിൽ കയറി വന്ന് എൻ്റെ ജീപ്പിൽ ഇടിച്ചതാണ്. എന്തായാലും ഞാനൊരു വക്കീലിനെ കണ്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ഞാൻ പോയി പറഞ്ഞോളാം, നിങ്ങൾക്ക് ഇനി ഇൻഷുറൻസ് കിട്ടാതിരിക്കില്ല, വിഷമിക്കണ്ട. അയാൾ പറയാ അയാളുടെ വണ്ടിയാണ് നമ്മുടെ അനിയൻ്റെ വണ്ടി ഇടിച്ചതെന്ന്. ഈ പുന്നാര മോനോ? എന്താ എന്താ പ്രശ്നം? എന്റെ അളിയനെ വണ്ടി അടിച്ച് കൊല്ലാറാക്കിട്ട് ഇവിടെ കിടന്ന് ഞെളിഞ്ഞ് കിടക്കാനുള്ള നായ. കൊല്ലൂടെ അവനെ. പന്നി. വെട്ടി കൊടുത്തേ അവനെ. എന്നെ വിടാ. എന്നെ വിടാ. എനിക്ക് കുറച്ച് അടി കിട്ടിയാലും അവളുടെ അനിയന് ഇൻഷുറൻസ് കിട്ടി രക്ഷപ്പെടുത്തിയെന്ന് വിചാരിച്ചു സാറേ. അത് നന്നായി, വലിയ മനസ്സാണ്. നീ ഗൾഫിൽ പോയിട്ട് എത്ര വർഷമായി? 2 വർഷമായി. ഒരു കേസുള്ള മറച്ചു വെച്ചിട്ട് പാസ്പോർട്ട് എടുത്ത് ദുബായിക്ക് ഒരു കുറ്റാണെന്ന് നിനക്കറിയില്ലേ? അത് ഞാനൊരു വക്കീലോട് ചോദിച്ചിട്ടാണ് സാറേ ഇതൊക്കെ ചെയ്തത്. തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ എയർപോർട്ടിൽ വെച്ച് പോലീസ് പിടിക്കാൻ ചാൻസ് ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു സാറേ. അപ്പം നിനക്കറിയായിരുന്നു എയർപോർട്ടിൽ വെച്ച് നീ ലോക്കാവുന്നു അല്ലേ? ഈ കേസിലേക്കാണ് സാർ അപ്പോൾ എന്നെ പിടിച്ചിട്ടുള്ളത്. ഈ കേസിലേക്കാണോ എന്ന് ചോദിച്ചാൽ ഈ കേസിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇതൊക്കെ ഇമിഗ്രേഷൻകാർ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ.